ഇരുളിലെ കാവൽ. അവളെ അറിയണമെങ്കിൽ അവളുടെ സത്വത്തെ തിരിച്ചറിയണം. രാത്രിയുടെ ഇരുണ്ട യാമത്തിൽ കാടിനെ ഇരുട്ട് മൂടുമ്പോൾ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല. ഇലകൾ അനങ്ങുന്ന ശബ്ദത്തിനപ്പുറം കാറ്റ് പെട്ടെന്ന് നിശ്ചലമാകുന്ന നിമിഷങ്ങളിൽ ആരോ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് എനിക്ക് തിരിച്ചറിയാമായിരുന്നു. ഗ്രാമത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമുണ്ടായിരുന്നു. ഈ കാടിന് ഒരു കാവൽക്കാരിയുണ്ടെന്നും അവൾ പൂർണ്ണ മനുഷ്യനോ പൂർണ്ണ മൃഗവുമോ അല്ല എന്നും പൂർണ്ണചന്ദ്രൻ ഉയരുമ്പോൾ കാട് തന്നെ അവളായി മാറുമെന്നും. ഞാൻ അവളെ ആദ്യമായി കണ്ടത് ഒരു ചന്ദ്രഗ്രഹണ രാത്രിയിലായിരുന്നു. ചന്ദ്രന്റെ വെളിച്ചം മങ്ങിയപ്പോൾ കാട് പോലും ശ്വാസം പിടിച്ചു നിന്നു. മരങ്ങൾക്കിടയിൽ നിന്നും അവൾ പുറത്തു വന്നു. മനുഷ്യരൂപം, പാദശബ്ദമില്ലാതെ നിഴൽനിലത്ത് വീഴുന്ന പോലെ. എന്നാൽ കണ്ണുകളിൽ മൃഗങ്ങളുടെ ജാഗ്രതയും ദൈവങ്ങളുടെ ക്രൂരശാന്തിയും കാണാമായിരുന്നു. അവളുടെ ദൃഷ്ടി എന്നെ തൊട്ട നിമിഷം ഞാൻ ഒരു അതിക്രമക്കാരനാണെന്ന് അവൾക്ക് തോന്നി. ഷീറ, അവൾ പറഞ്ഞു. അത് ഒരു പരിചയപ്പെടുത്തലായിരുന്നില്ല, ഒരു മുന്നറിയിപ്പായിരുന്നു. ആ പേര് കേട്ടപ്പോൾ കാട് മുഴുവൻ വിറച്ചതുപോലെ എനിക്ക് തോന്നി. ഷീറ ഒരു വെർവൂൾഫായിരുന്നു, പക്ഷേ ഗ്രാമകഥകളിലെ ഭീകരജീവിയുമല്ല. അവൾക്ക് അതൊരു ശാപമായിരുന്നില്ല. അതിനുമപ്പുറം കാടിന്റെ ശിക്ഷയും രക്ഷയും ഒരുമിച്ചുള്ള ചുമതലയുമായിരുന്നു അവൾ ധരിച്ച ആ കവചം. അവൾ കാടിന്റെ വിധിയായിരുന്നു, അതിന്റെ നീതിയും. പൂർണ്ണചന്ദ്രൻ അവളെ മാറ്റുമ്പോൾ അവൾ ഭീകരരൂപമാവുകയും കാട് തന്നെ അവളുടെ ശ്വാസത്തിനൊത്ത് ജീവിക്കുകയും ചെയ്തു. പക്ഷേ അവൾ ഒരിക്കലും അനീതിയുമായില്ല. അവൾ മാറുന്നത് പകവീറ്റുവാനല്ല, സമത്വം നിലനിർത്താൻ, കാടിന്റെ അതിരുകൾ കാക്കാൻ. കാടിനായി മാത്രം. ഞാൻ ഭയപ്പെട്ടില്ല. ഭയമുണ്ടാക്കേണ്ടടുത്ത് ഒരു വിചിത്രമായ ശാന്തത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവളുടെ കണ്ണുകളിൽ കണ്ടത് ക്രൂരതയല്ല, മറിച്ച് ഒറ്റപ്പെട്ട ഒരു കാവൽക്കാരിയുടെ ആഴമുള്ള ദുഃഖമാണ്. നൂറ്റാണ്ടുകളായി ആരും മനസ്സിലാക്കാത്ത ഒരു ദുഃഖം. അതുകൊണ്ടാണ് അവൾ എന്നെ കൊല്ലാതിരുന്നതും എന്നെ നിരീക്ഷിക്കാൻ തുടങ്ങിയതും. ഞങ്ങളുടെ ബന്ധം വാക്കുകളില്ലാത്തതായിരുന്നു. നോട്ടങ്ങളിലൂടെ മാത്രം സംസാരിക്കുന്ന, ശ്വാസങ്ങൾ കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു ബന്ധം. നക്ഷത്രം പോലെ നീ തിളങ്ങുമ്പോൾ എന്റെ കണ്ണുകൾക്ക് വഴികാട്ടി നീ തന്നെ. വാക്കുകളില്ലാതെ എന്റെ ആത്മാവിന്റെ ആഴങ്ങളിൽ നിശബ്ദമായി നീ ജീവിക്കുന്നു. ഞാനറിയാതെ തന്നെ എന്നെ പൂർണ്ണമാക്കിടും നീ. നിശബ്ദതയിൽ നിന്നുയരുന്ന ശ്വാസങ്ങൾ, നിഴലുകളിൽ ഒളിച്ചു നിൽക്കുന്ന കണ്ണുകൾ. ഷീറ എനിക്ക് മുന്നറിയിപ്പുകൾ നൽകി. ഇന്ന് കാട് വിശപ്പിലാണ്. ഇന്ന് മനുഷ്യർ വരും. അവളുടെ ഓരോ വാക്കും ഒരു അപേക്ഷ പോലെയായിരുന്നു, കാടിനെ ഉപേക്ഷിക്കരുതെന്ന്. ഒരു രാത്രി ആ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമായി. മനുഷ്യർ കാട്ടിലേക്ക് കടന്നു, വേട്ടയാടാനും കത്തിക്കാനും. പക്ഷേ അതേസമയം അത് ഒരേ ഒരു വിചിത്രവും അനുപമവുമായ ധനവും കണ്ടെത്താനും. വീരവാലി കാടിന്റെ മറഞ്ഞിരിയുന്ന രഹസ്യശക്തിയും, ഹൃദയവൃക്ഷമാല കാടിന്റെ ഹൃദയശക്തിയും.
ഇവയെ ഏത് മനുഷ്യനും പിടികൂടാൻ കഴിയില്ലെന്ന് അവർക്കറിയാതെ. ചന്ദ്രൻ അതിന്റെ പൂർണ്ണശോഭയിൽ തെളിഞ്ഞു. ഷീറയിൽ രൂപമാറ്റം വന്നു. നിഴലുകൾ ഓടി മറഞ്ഞു. മരങ്ങൾ ചലിച്ചു. കാട് അലറി. ഞാൻ ഓടിയില്ല. ഞാൻ അവളുടെ പേര് വിളിച്ചു, ഒച്ചയില്ലാതെ, പക്ഷേ ഹൃദയം കീറുന്ന ശബ്ദത്തിൽ. ഒരു നിമിഷം എല്ലാം നിശ്ചലമായി. മനുഷ്യർ ഓടി. തീ അണഞ്ഞു. കാട് പതുക്കെ തന്റെ പഴയ രൂപം പ്രാപിച്ചു. പുലർച്ചെ ഷീറ അവിടെ ഇല്ലായിരുന്നു. പക്ഷേ മണ്ണിൽ ഒരു മനുഷ്യപാത ചിഹ്നത്തിനൊപ്പം മൃഗത്തിന്റെ നഖപ്പാടുകൾ കാണപ്പെട്ടു. ഇന്ന് ആരും കാട്ടിലേക്ക് കടക്കാറില്ല. കാരണം രാത്രി കാട് അവരെ ഉറ്റുനോക്കുമായിരുന്നു. അതൊരു പക്ഷേ ഷീറയാകാം, അല്ലെങ്കിൽ അവളുടെ രഹസ്യം അറിഞ്ഞ് ഇനിയും ജീവനോടെ നിൽക്കുന്ന ഞാൻ തന്നെയാകാം. ഷീറ കാടിന്റെ കാവൽക്കാരിയായിരുന്നു. പക്ഷേ അവളുടെ രഹസ്യം അറിഞ്ഞ ശേഷം കാടിന്റെ നിരീക്ഷകൻ ഞാനായി മാറി. കാടിനായി മാത്രമല്ല, അവൾക്കായി, അവളുടെ നിലനിൽപ്പിനായി. കാരണം എനിക്കറിയാമായിരുന്നു, അവൾ തന്നെയാണ് കാടിന്റെ ഹൃദയമിടിപ്പ്. അവൾ ഇല്ലെങ്കിൽ കാട് ഒരു മരുഭൂമിയാകുമെന്നും. ചില ബന്ധങ്ങൾ വാക്കുകളില്ലാതെ പിറക്കുന്നു. ചില സ്നേഹങ്ങൾ നിഴലുകളിൽ ജീവിക്കുന്നു. കാട് നിലനിൽക്കുന്നിടത്തോളം അവയും ഒരിക്കലും അപ്രത്യക്ഷമാകില്ല. Love mysterious horror and cinematic fantasy? Then like, share, follow, or subscribe. Let's keep breathing life into stories time almost forgot.